ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന കുറേ സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ കാണിച്ചു തരുന്നത്. ഞാൻ സെയിൽ ചെയ്യുന്ന പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്ന് പുഡിംഗ് റെസിപ്പിയെല്ലാം സെയിൽ ചെയ്യാം, കൈ നിറയെ ക്യാഷും ഉണ്ടാക്കാം. 1/2 കിലോ ചിക്കു എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്നും 2 ചിക്കു മാറ്റി വെച്ചു. ബാക്കിയുള്ള ചിക്കു ഉണ്ടല്ലോ, കുരുവെല്ലാം കളഞ്ഞ് അല്പം പാലൊഴിച്ചിട്ട് നല്ല കട്ടിക്ക് പേസ്റ്റാക്കി അരച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പാൽപ്പൊടിയാണ്. പിന്നെ 15 ഗ്രാം ചൈന ഗ്രാസ്. ഈ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ കുതിരാൻ വെക്കുക. നല്ലപോലെ കുതിർന്ന് വന്നാൽ വളരെ ചെറിയ തീയിൽ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. 1.5 പാക്കറ്റ് പാലിൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് 750 ml പാലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇളം ചൂടുപാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കലക്കിയെടുത്താൽ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കലങ്ങി കിട്ടും. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ എപ്പോഴും തിളപ്പിക്കുന്ന സമയം മീഡിയം ടു ലോ ഫ്ലെയിമിലായാലുണ്ടല്ലോ നല്ലപോലെ പിരിഞ്ഞു പോകാണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും. പാൽ തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചിക്കു ഉണ്ടല്ലോ, അത് ചേർത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചൂട് പാലിലേക്ക് ഇടുന്ന സമയം തന്നെ നന്നായിട്ട് ഇത് അലിഞ്ഞ് ചേർന്നോളും. വലിയ ടെൻഷനൊന്നും വേണ്ട, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി പാൽപ്പൊടിക്ക് പകരമുണ്ടല്ലോ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും കുഴപ്പമില്ല. ചിക്കു ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിള വരണം. ആ സമയം ഫ്ലെയിം ഓഫാക്കി ഇവിടെ മെൽറ്റായി കിടക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. തീ ഓഫാക്കിയതിന് ശേഷമാണ് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കേണ്ടത്. ചൈന ഗ്രാസും നല്ല ചൂടുണ്ടാവണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചൈന ഗ്രാസ് 15 ഗ്രാമാണ് ചേർത്തിട്ടുള്ളത്. 1 പാക്കറ്റ് പാലിന് 10 ഗ്രാം എന്ന കണക്കിന് ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് സെയിൽ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്രയും ചേർത്തത്. വീട്ടാവശ്യത്തിനാണ് നല്ല ക്രീമി ആയിട്ട് മതിയെങ്കിൽ 1 പാക്കറ്റിന് 8 ഗ്രാം മതിയാവും. ഓക്കെ അല്ലേ? ഇവിടെ 1.5 പാക്കറ്റ് പാലുണ്ടായിരുന്നു, അപ്പോൾ 15 ഗ്രാം ചൈന ഗ്രാസ് ചേർത്തു. ഇനി ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സെറ്റാവണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ മതി. കൂടുതൽ സെറ്റായാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ മുകളിൽ നിൽക്കും. ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കണം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ചിക്കു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. മെഷർമെൻറ്റ് കറക്റ്റ് ആയാൽ നമുക്കും വീട്ടിൽ തന്നെ എല്ലാവർക്കും ഇത് സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും ഫ്ലോപ്പായി പോകാത്ത കറക്റ്റ് പാകമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്ക് ദൂരെയൊക്കെ കൊടുത്തു വിടാനുള്ള പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.